വെൽക്കം ടു രഞ്ജു സ്റ്റോക്ക്. ബാലി എല്ലാവരുടെയും ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. നാച്ചുറൽ ബ്യൂട്ടി അൺലിമിറ്റഡ് ആണ്. അതുമല്ല, കേരളത്തിൽ നിന്ന് പോകാനായിട്ട് എയർ ഏഷ്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കുലാലംപൂർ വഴി കമ്പാരിറ്റീവ്ലി എയർ ഫെയർ കുറവാണ്. ഇനി ബാലി പോകുന്നവർക്ക് ചെറിയൊരു എക്സ്പെൻസ് അധികം വരും. ബാലി ടൂറിസം ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 1,50,000 ഐഡിയ. അത്രയ്ക്കും വലിയ ഫിഗർ കണ്ട് പേടിക്കണ്ട. ഏകദേശം $10, ഒരു 850 രൂപയോളം ടാക്സ് അറൈവൽ ടൈമിൽ ഒരു പ്രാവശ്യം ഒരാളുടെ കയ്യിൽ നിന്ന് ബാലി കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ബാലിയിൽ ഡയറക്റ്റ് പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്തോനേഷ്യയിൽ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ബാലിയിൽ എത്തുന്നവർക്ക് അത് ബാധകമല്ല. അതേപോലെ നുസാബീഡിയയിൽ മാത്രമായിട്ട് ബാലിയിൽ പോകുന്നവർക്കും ഇത് ബാധകമല്ല. ഇത് ബാലിയിലെ പ്രൊവിൻസ് അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാക്സ് ആണ്. ഇത് നമുക്ക് ബാലി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വെച്ച് പേ ചെയ്യാം. അതിന് മുമ്പ്, നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് പേ ചെയ്യാം. അതിന്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കരുതിയാൽ മതി. നമ്മുടെ സൈറ്റിങ്ങിന്റെ സമയത്ത് ഒഫീഷ്യൽസ് വന്ന് നമ്മളോട് ചോദിക്കും ടാക്സ് പേ ചെയ്തോ, അപ്പോൾ ആ സ്ലിപ്പ് കാണിച്ചാൽ മതിയാവും. ഇത് വന്നിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷെ നമ്മുടെ ട്രാവൽ ചെയ്തവരുടെ എക്സ്പീരിയൻസ് സ്ട്രിക്റ്റ് ആയിട്ട് അവര് ടാക്സിന്റെ പേ സ്ലിപ്പ് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് മാത്രം നമുക്ക് നിർബന്ധമായിട്ട് ടാക്സ് കൊടുത്താൽ മതി. ഇപ്പോഴും ടാക്സ് അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ പോകുന്ന ട്രാവലേഴ്സ് ടാക്സ് പേ ചെയ്യാറില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കാം. അപ്പം കരുതിയിരിക്കുക, $10 നമുക്ക് ബാലി പോകുന്നതിന് എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടതായി വരും. ഓക്കെ, താങ്ക് യു.